ഹലോ, ദിസ് ഇസ് കോപ്പിക്സ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ നമ്മൾ ഇതുപോലെ ക്രോഷേ ബോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ പോവാണ്. ഇത് വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വർക്കാണ്. ക്രോഷേ ഒട്ടും അറിയില്ലെങ്കിൽ പോലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഈ യാൺ എടുത്തിട്ടുണ്ട്. ഒരു ബിഞ്ചു കളറിലെ പോലത്തെ ഒരു യാണാണിത്. ഈ സൈസുള്ള യാണിന് ഞാനിവിടെ 2.5 mm ഹുക്കാണ് എടുത്തിട്ടുള്ളത്. ആദ്യമേ തന്നെ ഇത് പിടിക്കേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. ആദ്യമേ ഇൻഡെക്സ് ഫിംഗറിൽ ഇതുപോലെ 2 ചുറ്റിയിട്ട് പിങ്കി ഫിംഗറിലും കൂടി ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പം നമുക്ക് കൃത്യമായിട്ട് പിടിക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രോഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ്, അതായത് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു ലൂപ്പ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഈ ചെയ്യുന്നത് നോക്കി ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ ഈ ലൂപ്പിലോട്ട് ഹുക്ക് കയറ്റണം. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള യാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയെടുക്കണം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്ക് ഈ ബോ ഇവിടെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ 63 ചെയിൻ സ്റ്റിച്ചാണ് എടുക്കേണ്ടത്. വളരെ ബിഗിനർ ആയിട്ടുള്ള ആളാണെങ്കിൽ ആദ്യമേ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ പിന്നെ അത് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 63 ചെയിൻ സ്റ്റിച്ചസ്. ഇത്രയും നീളത്തിലായിരിക്കും ഇത് ഉണ്ടാവുക. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ഹാഫ് ഡബിൾ ക്രോഷേ. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മുടെ ഈ ചെയിൻ സ്റ്റിച്ചിലോട്ടാണ്. അപ്പോൾ നമ്മുടെ യാൺ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ചിൽ കയറ്റി കൊടുക്കണം. അതായത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ചെയിൻ സ്റ്റിച്ചിലോട്ട് ഇത് കയറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള യാൺ ഇതുപോലെ പുള്ളി ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് 3 ലൂപ്സ് കിട്ടും. ആൻഡ് ആ 3 ലൂപ്സിൽ കൂടിയും അടുത്തയാണ് കയറ്റി കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി വരുന്ന അടുത്ത 5 സ്റ്റിച്ചസിലോട്ട് ഇതുപോലെ തന്നെ ഹാഫ് ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടോട്ടൽ 6 ഹാഫ് ഡബിൾ ക്രോഷേ നമുക്ക് കിട്ടും. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ലോയിൽ പറയുന്നതും അതുപോലെ തന്നെ സ്ലോയിൽ ചെയ്ത് കാണിക്കുന്നതും. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും സ്ലോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് നോക്കി ചെയ്താൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ 6 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തത് വേറെ ഒരു ഡിഫറെൻറ്റ് സ്റ്റിച്ചാണ്. അതിൻ്റെ പേരാണ് സ്ലിറ്റ് സ്റ്റിച്ച്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത സ്റ്റിച്ചിലോട്ട് ഇതുപോലെ ഹുക്ക് കയറ്റിയിട്ട് അവിടെ നിന്ന് യാൺ പുള്ളി ചെയ്ത് നമുക്ക് ഈ കിട്ടുന്ന ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയെടുക്കണം. ഇത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ സ്ലിറ്റ് സ്റ്റിച്ച് ഇവിടെ റെഡിയാവും. ഫസ്റ്റ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള 5 ചെയിൻ സ്റ്റിച്ചിലും കൂടി ഈ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ടോട്ടൽ നമുക്ക് 6 സ്ലിറ്റ് സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നമ്മളിതേ ഈ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യേണ്ടത് ഹാഫ് ഡബിൾ ക്രോഷേ ആണ്. അത് നേരത്തെ ചെയ്ത പോലെ 6 ഇത് 16 സ്റ്റിച്ച് ചെയ്യണം നമ്മൾ. ഈ സ്റ്റിച്ച് ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ തന്നെ മനസ്സിലായവരാണെങ്കിൽ ഇത് സ്കിപ്പാക്കിയിട്ട് വേറെ അടുത്ത സ്റ്റിച്ചിലോട്ട് കടക്കാം. അല്ല, ഇത് കുറച്ചും കൂടി ക്ലിയർ ആവണം എന്നുള്ളവർ ഇത് നോക്കി കണ്ടാൽ മതിയാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിത് 16 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് പറഞ്ഞാൽ സ്ലിറ്റ് സ്റ്റിച്ച് തന്നെയാണ്. നമ്മൾ നേരത്തെ രണ്ടാമത് ചെയ്ത സ്റ്റിച്ചില്ലേ, അത് തന്നെയാണ് ഈ സ്റ്റിച്ച്.
നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 6 സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. അതും 16 ചെയിൻ സ്റ്റിച്ചിലോട്ട് ചെയ്തെടുക്കണം. ഇതിൽ ആകെക്കൂടെ 2 സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബോ ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളായിരിക്കും. ഞാൻ തന്നെ കുറേ ബോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ 16 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ലിറ്റ് സ്റ്റിച്ചാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ 6 സ്ലിറ്റ് സ്റ്റിച്ചസ് ആണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ദേ ആ സ്റ്റിച്ചും ഇതുപോലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അടുത്ത 6 ചെയിൻ സ്റ്റിച്ചിലോട്ട് ഇതുപോലെ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ദേ ആ സ്റ്റിച്ചും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ റോ കംപ്ലീറ്റ് ആവും. ഇനി അടുത്ത റോ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്യണം. നേരത്തെ ചെയ്ത സ്റ്റിച്ചസ് കൂടാതെ ഈ ചെയിൻ സ്റ്റിച്ച് ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ആ റോ തിരിച്ചു വെക്കണം. എന്നിട്ട് ഇതിൻ്റെ പുറകിലുള്ള ലൂപ്പിലോട്ട് കയറ്റിയിട്ട് നമ്മുടെ നേരത്തെ ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ 2 ലൂപ്സ് നമുക്കുണ്ടാവും അവിടെ. അപ്പോൾ ഇതിലെ പുറകിലുള്ള ലൂപ്പിൽ കൂടി കയറ്റി, അതായത് നമ്മുടെ ഹുക്ക് കയറ്റിയിട്ട് ആ യാൺ പുള്ളി ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ആ യാൺ ഈ 3 ലൂപ്പിലോട്ടും കൂടി പുള്ളി ചെയ്യണം. കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം ഞാൻ പറയുന്നത് മനസ്സിലാവുമോ ഇല്ലയോ എന്നെനിക്ക് സംശയമുണ്ട്, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതിയാവും. നമ്മുടെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഹാഫ് ഡബിൾ ക്രോഷ്യ അങ്ങനെ ചെയ്ത് പോകണം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ എന്താണോ ആ സംഭവം തന്നെ നേരെ ചെയ്യണം. അങ്ങനെ നമ്മൾ ടോട്ടൽ 5 റോ ഇതുപോലെ ചെയ്തെടുക്കണം. ഇതിപ്പോൾ 5 റോ ഇല്ല, 2 റോ ഫുൾ ചെയ്തതാണ് അത്. ഇതാണ് 5 റോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അവസാനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അവസാനത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കിട്ടും. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അവസാനമായിട്ട് ഒന്ന് ലോക്കും കൂടി ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ചെയിൻ സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ നൂലൊന്ന് വലിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത നൂലിൻ്റെ ബാക്കി വരുന്ന നൂല് ഇതുപോലെ വലിച്ച് ടൈറ്റാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന നൂല് ഇതുപോലെ ഉള്ളിലോട്ട് കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ കാണാതെ ഇരുന്നോളും. അങ്ങനെ ഫുള്ള് നൂലും കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവസാനം വരുന്നതുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ കിട്ടും. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു മെയിൻ സ്റ്റെപ്പ് ഉണ്ട്. അതായത് ഇതുപോലെ ഒരു മെഴുകുതിരിയോ എന്തെങ്കിലും കത്തിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അറ്റത്തുള്ള ആ ഒരു നൂലൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് ഇതുപോലെ കാണിച്ചു കൊടുക്കുക. അതാവുമ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. ഇല്ലെങ്കിൽ ഇങ്ങനെ നൂല് പൊങ്ങിയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ തീ ഇതിൽ കയറി പിടിക്കരുത്. പെട്ടെന്ന് കയറി പിടിക്കില്ല എങ്കിലും അതിങ്ങനെ മുട്ടരുത്. ജസ്റ്റ് അതിൻ്റെ ആ ചൂട് തട്ടുമ്പോൾ തന്നെ അതൊന്ന് കത്തി പൊക്കോളും, കുഴപ്പമില്ല. അപ്പോൾ അതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചത്. എന്നിട്ട് അവസാനം ഇതേപോലെ കൂടി ഒരുക്കി കൊടുക്കണം. ഇത് നമ്മുടെ എക്സസ് വന്ന ആ പാർട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ലുക്ക്. ഇനി ഇത് കെട്ടിക്കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ബോ ശരിക്കും റെഡി ആവുന്നത്.
ഈ കാണിക്കുന്ന പോലെ തന്നെ വെച്ചിട്ട് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച യാൺ തന്നെ ഉപയോഗിച്ചാൽ മതി ഇത് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ട് വെച്ചിട്ട് ഈ യാൺ എടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. ഞാനിപ്പോൾ ദേ ഇവിടെ സ്പീഡാക്കി കാണിക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് ഇതുപോലെ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്, അതായത് എത്ര കെട്ടുന്നുണ്ട് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് സ്പീഡാക്കി ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ളതൊക്കെ മുറിച്ച് കളയണം. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നമ്മുടെ ആ ഒരു പൊങ്ങി നിൽക്കുന്ന ആ നൂലൊക്കെ ഒന്ന് കരിയിച്ച് കളയണം ഈ ഒരു കെട്ടിയതിൻ്റെ. അപ്പോൾ അത് ഫുൾ സെറ്റായി കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഒരു കീച്ചനും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി കാണും. ഇത് കീച്ചെയിൻ തന്നെ ആക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ക്ലിപ്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഇത്രയും സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പല പല കളേഴ്സിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം അടിപൊളിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.